കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കെട്ടിപ്പൊക്കിയതല്ല റിപ്പോർട്ടർ ചാനൽ. അതിനു പിറകിൽ ഒരുപാട് കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഉണ്ടെന്ന സത്യം മറനീക്കി പുറത്തു വരികയാണ്. മരം മുറിച്ച് ജയിലിൽ കിടന്നവർ ഒരു ചാനലിന്റെ മറവിലൂടെ ഈ കേരളക്കാരെ മുഴുവൻ പറ്റിച്ച സംഭവമായിരുന്നു മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന പച്ചക്കള്ളം. അതിന് കൂട്ടുനിന്നത് അന്നത്തെ കായിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും. രാവന്തിയോളം LDFിന് വേണ്ടി വായ്ത്താരി പാടുന്ന റിപ്പോർട്ടർ ചാനൽ അതുവഴി കുറച്ച് കോടികൾ മുക്കുകയാണെങ്കിൽ മുക്കട്ടെ എന്നതുകൊണ്ട് മെസ്സിയുടെ പേര് പറഞ്ഞ് കേരളത്തെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ എന്നും LDF ഭരിക്കില്ലല്ലോ. ഭരണം മാറി UDF അധികാരത്തിലെത്തിയതോടെ കളി മാറി. മെസ്സിയുടെ പേര് പറഞ്ഞ് സ്റ്റേഡിയത്തിലെ പുല്ല് മുതൽ ടിക്കറ്റിൽ വരെ അടിമുടി ദുരൂഹത മണത്തപ്പോൾ സർക്കാർ കാര്യമായി ഇതിനെക്കുറിച്ചൊന്ന് ഇരുത്തി പഠിച്ചു. അപ്പോഴാണ് അറിയുന്നത് മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുന്ന കാര്യം ഇവിടെ കൊട്ടി ആഘോഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലൊരു വിഷയം മെസ്സിയോ മെസ്സിയുടെ ടീമായ അർജന്റീനയോ അറിഞ്ഞിട്ടില്ല. ഏകദേശം 2 കൊല്ലത്തോളമാണ് ഇതേ കാര്യം പറഞ്ഞ് മുട്ടിൽ മരമുറി പ്രതി ആന്റോ അഗസ്റ്റിനും അയാളുടെ ചാനലായ റിപ്പോർട്ടർ TVയും പറ്റിച്ചത്. ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് കഥയിലേക്ക് EDയുടെ എൻട്രി കൂടി നടന്നിരിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ശക്തമാക്കി തുടങ്ങി. സംഭവത്തിൽ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളും വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനവും നടന്നിട്ടുണ്ടോ എന്നാണ് കേന്ദ്ര ഏജൻസി പ്രധാനമായും പരിശോധിക്കുന്നത്. കേസിലെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിനെ ചോദ്യം ചെയ്യുന്നത് നിലവിൽ EDയുടെ സജീവ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ആന്റോയുടെ വക പുതിയ ഭീഷണി. കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ടാൽ തെളിയിക്കുന്ന ആൾക്ക് 1 കോടി രൂപ നൽകുമെന്ന്. വളരെ നല്ല തമാശ. കാരണം 126 കോടി മുടക്കിയെന്ന് പറഞ്ഞാണ് മെസ്സിയെ കൊണ്ടുവരാനുള്ള കോപ്പുകൂട്ടൽ നാടകം കണ്ടത്. അപ്പൊ പിന്നെ ഈ 1 കോടിയിലൊക്കെ ആര് വിശ്വസിക്കാനാണ്? ആന്റോയുടെ ഈ വെല്ലുവിളിയിൽ മറുപടിയുമായി കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് രംഗത്തെത്തി. ഇത് റിയാലിറ്റി ഷോ ഒന്നുമല്ലല്ലോ, പൈസ കൊടുക്കാൻ എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം നിറഞ്ഞ പ്രതികരണം. റിപ്പോർട്ടറിന് കണക്കിന് കൊടുക്കുകയാണ് മന്ത്രി. കായിക വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ ഇടപെടലാണ് ഇത്രയും വലിയ പൊള്ളത്തരം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ കാരണമായത്. ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വൻ വിവാദങ്ങളിലും അനിശ്ചിതത്വങ്ങളിലും മുന്നിടത്ത സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ അടിമുടിയുലച്ചുകൊണ്ട് നിലവിലെ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നടത്തിയ ഇടപെടലുകൾ കേരള കായിക ചരിത്രത്തിലെ ഒരു മിന്നൽ നീക്കം തന്നെയാണ്. മുൻ കായിക മന്ത്രി V അബ്ദുറഹ്മാന്റെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വാദങ്ങളെയും ന്യായീകരണങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനീഷ് ഈ വിഷയത്തിൽ നിർണായകവും ധീരവുമായ നീക്കങ്ങൾ നടത്തിയത്. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഫയലുകൾ കായിക വകുപ്പ് വിശദമായി പരിശോധിക്കുകയും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് തയ്യാറാക്കിയ അതീവ രഹസ്യ സ്വഭാവമുള്ള അന്വേഷണ റിപ്പോർട്ട് മന്ത്രി OJ ജനീഷ് മുഖ്യമന്ത്രി VD സതീശന് നേരിട്ട് കൈമാറുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കായിക വകുപ്പിലെ തട്ടിപ്പുകളെ കുറിച്ച് വിജിലൻസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിനാണ് മന്ത്രി ശുപാർശ നൽകിയിരിക്കുന്നത്. സർക്കാരിന് 1 രൂപ പോലും നഷ്ടമില്ല എന്ന മുൻ മന്ത്രി V അബ്ദുറഹ്മാന്റെ വാദത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് തുറന്നടിച്ച ജനീഷ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈടാക്കിയ കോടികളുടെ പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നടത്തിയ അസ്വാഭാവികമായ നയതന്ത്ര ഇടപെടലുകളുടെ രേഖകൾ പുറത്തു കൊണ്ടുവന്നാണ് മുൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയത്. ഒരു സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും അടക്കമുള്ള മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുവെന്ന് മന്ത്രി പരസ്യമായി ആരോപിച്ചു. യാതൊരുവിധ ടെൻഡറുകളോ സുതാര്യതയോ ഇല്ലാതെ രൂപീകരിച്ച് വെറും 20 ദിവസം മാത്രം പിന്നിട്ട ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആഗോള പദ്ധതിയുടെ ചുമതല നൽകിയതെന്ന് മന്ത്രി ചോദ്യമുയർത്തി. മെസ്സിയെ ക്ഷണിക്കാൻ വേണ്ടി മുൻ കായിക മന്ത്രിയും ഉദ്യോഗസ്ഥരും നടത്തിയ സ്പെയിൻ യാത്രക്കായി 14 ലക്ഷത്തോളം രൂപയുടെ പൊതുപണം ചിലവഴിച്ചതായി മന്ത്രി സ്ഥിരീകരിച്ചു. ഈ വലിയ തുകയുടെ യഥാർത്ഥ സ്രോതസ്സും ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആരാണെന്ന് കണ്ടെത്താൻ കൃത്യമായ അന്വേഷണം വേണമെന്ന് ജനീഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെസ്സി സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പോൺസറും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഒപ്പുവെച്ച കരാറുകൾ അടക്കമുള്ള പല പ്രധാന ഫയലുകളും കായിക വകുപ്പിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന ഞെട്ടിക്കുന്ന വിവരവും മന്ത്രി പുറത്തുവിട്ടു. ഫുട്ബോൾ ആരാധകരുടെ പരാതിയെ തുടർന്ന് മുൻ മന്ത്രിയുടെ ഔദ്യോഗിക ഇമെയിലുകൾ പരിശോധിച്ചപ്പോൾ സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ആശയവിനിമയങ്ങൾ നടന്നതായി കണ്ടെത്തി. വെറുമൊരു ആശംസാ കത്ത് മാത്രമാണ് ഇവിടെ വലിയൊരു ധാരണാപത്രമായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കൂടാതെ ഈ വിവാദ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന അമീറ ആയിഷ ബീഗം എന്ന വ്യക്തി ആരാണെന്നും ഈ തട്ടിപ്പിൽ അവരുടെ പങ്ക് എന്താണെന്നും വിശദമായി അന്വേഷിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നീക്കമാണ് ഇന്ന് EDയുടെ അന്വേഷണ പരിധിയിൽ വന്നെത്തി നിൽക്കുന്നത്. റിപ്പോർട്ടർ TVക്ക് മന്ത്രി നൽകുന്ന കലക്കൻ മറുപടി ചേർക്കുന്നുണ്ട്, കാണാം. റിപ്പോർട്ടർ ചാനലിന്റെ MD ഒരു വെല്ലുവിളി ചില മാധ്യമങ്ങൾക്ക് മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തെളിയിച്ചാൽ 1 കോടി രൂപ ഇനാം എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അല്ല, ഇതും അങ്ങനെ ഒരു റിയാലിറ്റി ഷോയുടെ വിഷയമൊന്നുമല്ലല്ലോ. ഇതിങ്ങനെ മത്സരം നടത്തി ഇനാം പ്രഖ്യാപിക്കേണ്ട വിഷയമൊന്നുമില്ല.
രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടാണ് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടത്. അത് ആ തലത്തിൽ പോകേണ്ട കാര്യമാണ്. പിന്നെ അത് മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ട, ഭരണ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിഷയമല്ല. ബിജെപിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ഒരു സമാന്തര സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. വന്ദേമാതരം മുഴുവൻ ചൊല്ലി. ജില്ലാതല ആഘോഷം നടക്കുന്നതിനിടയിലാണ് തേക്കുംകാട് മൈതാനത്ത് ഇതേ ബിജെപിയുടെ പ്രതിഷേധമെന്നാണ് അവർ പറയുന്നത്. സ്വാതന്ത്ര്യദിനത്തിലെ അത്തരത്തിലൊരു പ്രതിഷേധ ഭാഗമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അത് ആ സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നതിന് തുല്യമാണ്. ബിജെപിക്ക് സ്വാഭാവികമായും ഈ ദിനത്തെ സംബന്ധിച്ച് വലിയ അധ്വാനത്തിന്റെ പങ്കില്ലാത്തത് കൊണ്ടുകൂടിയായിരിക്കാം അവർക്കിതൊരു പ്രതിഷേധ ദിനമായിട്ട് തോന്നുന്നത്. അപ്പോൾ വന്ദേമാതരം ആലപിക്കുന്നത് അവിടെ മുഴുവനായി ആലപിച്ചു, അതിൽ തെറ്റില്ല. പക്ഷേ അത് തെറ്റിക്കാതെ ആലപിക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ ബിജെപി ഇന്ന് നടത്തിയ പ്രവർത്തനം സത്യത്തിൽ ഈ സ്വാതന്ത്ര്യദിനത്തെ അപമാനിക്കുന്നതിന് തുല്യമായൊരു പ്രവർത്തനമാണ്. അത് മോശമായിപ്പോയി. മറ്റൊന്ന്, ഈ റിപ്പോർട്ടർ ചാനലിന്റെ MD ഒരു വെല്ലുവിളി ചില മാധ്യമങ്ങൾക്ക് മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തെളിയിച്ചാൽ 1 കോടി രൂപ ഇനാം എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അല്ല, ഇതും അങ്ങനെ ഒരു റിയാലിറ്റി ഷോയുടെ വിഷയമൊന്നുമില്ലല്ലോ. ഇതിങ്ങനെ മത്സരം നടത്തി ഇനാം പ്രഖ്യാപിക്കേണ്ട വിഷയമൊന്നുമില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടാണ് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടത്. അത് ആ തലത്തിൽ പോകേണ്ട കാര്യമാണ്. പിന്നെ അത് മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ട, ഭരണ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിഷയമല്ല.